പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കേൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ പോലെയായിരുന്നു ഇപ്പോൾ ടോവിനോൻ്റെത്. എടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റുകളാണ്. മമ്മൂക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ ടോവിനോ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്ന ആക്ടർ. പുള്ളിക്ക് അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ എന്ന് പറയുന്നത് എനിക്ക് വല്ലാണ്ട് ഇതാണ്. ബാക്കിയുള്ള താരങ്ങളെ അപേക്ഷിച്ച് പുള്ളി അഭിനയത്തിന് ഒരുപാട് പാഷനേറ്റീവാണ്. ഞാനൊന്നും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ട ഒരു മൂവിയാണ് സത്യം പറഞ്ഞാൽ. കാരണം ട്രെയിലർ കണ്ടപ്പോഴേ അറിയാം ഒരു സ്ലോയിൽ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്ന് വിചാരിച്ചാൽ കയറിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമലായിട്ട് തുടങ്ങി നോർമലായിട്ട് അവസാനിച്ചു. അതാണ് പടത്തിൽ ഞാൻ കണ്ടത്. കൽക്കിയെക്കാട്ടി ഫാർ ബെറ്ററാണ് അന്വേഷിപ്പം കണ്ടെത്തലുള്ള ടോവിനോ. കാരണം തന്നെ കൽക്കിയിൽ എന്ന് പറഞ്ഞാൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ രീതിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ കുറച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. ടോവിനോക്ക് ഭയങ്കര മാസ്സായിട്ട് അങ്ങനെ കൊടുക്കാതെ ഒരു നോർമൽ പേസിൽ കൊണ്ടുവന്ന് ടോവിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കേൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ പോലെയായിരുന്നു ഇപ്പോൾ ടോവിനോൻ്റെത്. എടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റുകളാണ്. ഇത് എടുത്തു പറയാൻ വേറെ കാര്യം, കളർ ടോൺ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ട്രെയിലർ അന്വേഷിപ്പം കണ്ടപ്പോൾ കളർ ടോണും സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ആണ് മെയിനായിട്ട് എന്നെ കാണാൻ വേണ്ടി താല്പര്യം വന്നത് സത്യം. അതെ, ഇപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ സേഫ് ആണത്. കാരണം മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു പടത്തിന് ശേഷം പുള്ളിക്കാരൻ തിരഞ്ഞെടുക്കുന്നത് ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിക്കുള്ള വർക്കുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ആണ് ഞാൻ പറഞ്ഞത്, മമ്മൂക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ ടോവിനോ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്ന ആക്ടർ. തുടക്കക്കാരൻ എന്ന നിലയിൽ നൈസായിട്ടാണ് വന്നിട്ടുണ്ട്. മോശമൊന്നും പറയാൻ വേണ്ടിയില്ല, തെറ്റുകുറ്റമൊന്നും പറയാനില്ല. ജിനുവിൻ്റെ പിന്നെ ഒരു സ്ക്രിപ്റ്റിൽ കുറച്ച് എന്തോ വലിയ ഒരു ലെവൽ വന്ന ഒരു നമ്മൾ മുമ്പ് കണ്ട വർക്കുകളെ കാട്ടിയെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആയി പോയോ എന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ഓഡിയൻസൊക്കെ ഒരു ജില്ല് പ്രതീക്ഷിച്ചാണ് വരുന്നത്. നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ ആ ഒരു ജില്ലുണ്ടാകും, ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ വൈബ് ഫീൽ ചെയ്യുന്ന കാര്യമുണ്ട്. അത് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് നിരാശയായിരിക്കും വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സ്പെക്റ്റേഷൻ ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ടുള്ള മനസ്സുമായിട്ട് നമ്മൾ ഈ പടം കാണാൻ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പടം കണ്ട് ഇറങ്ങാൻ പറ്റും. അത് ഉറപ്പാണ്. റിപ്പീറ്റ് വാച്ചിൻ്റെ എലമെൻ്റ് ഒന്നുമില്ല. പിന്നെ സ്റ്റോറി പ്രെഡിക്റ്റബിൾ ആണ്, അത് വേറെ കാര്യം. നമുക്ക് അടുത്ത എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് എലമെൻ്റ് ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് കണ്ടിരിക്കാം എന്നുള്ള രീതിക്കാണ്. അത് തന്നെ നമ്മൾ ഏകദേശമുള്ള നമ്മളെല്ലാം കണ്ട സാധനങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷൻ മൂവീസെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടത് തന്നെ. ഞാൻ എല്ലാം വാച്ച് ചെയ്യും. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതൊക്കെ, ഹൊറർ ഇൻവെസ്റ്റിഗേഷനൊക്കെ. അപ്പോൾ കണ്ട് എനിക്ക് പഴയതുകൊണ്ട് എനിക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ നടക്കുമെന്ന്, എന്തൊക്കെയാണ് അവർ പ്ലാനിങ് ചെയ്യുന്നത്. ഇത് എനിക്ക് അടുത്ത് എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയാം. എന്താണ് അടുത്ത് നടക്കാൻ പോകുന്ന പിടികിട്ടാതിരിക്കുന്ന സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിലാണ് നമ്മൾ പടം ത്രില്ലിംഗ് ആയിട്ട് പോകുന്നത്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നല്ല ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പടം. എനിക്ക് ക്വാളിറ്റിയിൽ ബെറ്റർ ആണെന്ന് ഫീലാണ്. ക്വാളിറ്റിയിൽ അന്വേഷിപ്പം കണ്ടെത്തും ബെറ്റർ ഐറ്റമാണെന്ന് തോന്നുന്നത്. ഇൻവെസ്റ്റിഗേഷനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റോറി ലൈനൊക്കെ അത്യാവശ്യം എന്താ പറയുക ഓൾഡ് ടൈപ്പാണ്. ഒരു ഓൾഡ് ടൈപ്പ് തന്നെയാണ്, പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു എലമെൻറ്റ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെയാണ്. പിന്നെ മേക്കിങ്ങിന് ഒരു കുറ്റവും ഞാൻ പറയാൻ പറ്റുന്നില്ല, കാരണം വളരെ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കളർ ടോൺ ഇപ്പോഴും എടുത്തു പറഞ്ഞാൽ കളർ ടോൺ എൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ്. ഈ വർഷം കണ്ടതിൽ സത്യം പറഞ്ഞാൽ കളർ ടോണിലൊരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുള്ള ഈ പടം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാം. ഒരു മോശമായിട്ടുള്ള രീതിക്ക് അങ്ങനെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഫാമിലി ആയിട്ട് എല്ലാം ധൈര്യമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ഇതാണ്. ട്രെയിലറിലൊരു സീൻ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് അതിൻ്റെ അകത്ത് വ്യാപിച്ചിട്ടൊന്നും ഇരിക്കുന്നില്ല. അത് പിന്നെ എല്ലാ പടത്തിൻ്റെ അകത്തൊരു ജസ്റ്റ് കാണുമല്ലോ ആ ഒരു സീൻസൊക്കെ. പക്ഷേ അതങ്ങനെ എനിക്ക് ഓവറായിട്ട് ഫീൽ ഒന്നും ചെയ്തിട്ടില്ല. കൊള്ളാം, നൈസ് വർക്കാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. അതിപ്പോൾ സ്ഥിരമാണല്ലോ. കാരണം തന്നെ അവർക്ക് സെക്കൻഡ് സ്റ്റോറി എടുക്കാൻ കഥയില്ലാത്തപ്പോൾ അതിൻ്റെ അകത്തൊരു കണ്ടിന്യൂറ്റി ആകുമ്പോൾ അവർക്ക് അടുത്തൊരു സബ്ജക്റ്റും കൂടെ ആവുമല്ലോ. നെക്സ്റ്റ് പ്രോജക്റ്റ് ഇപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിലൊരു സെക്കൻഡിന് സാധ്യത ഇട്ടിട്ടുണ്ട്, പക്ഷെ പുറമെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ രീതിക്ക് എടുത്തിട്ടുണ്ടല്ലേ. ഇനി അത് ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ്മെൻറ്റ് വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും വലിയ പടങ്ങളുടെ ഇടയിൽ ഇറങ്ങിയല്ലോ സാധനം. പക്ഷേ എനിക്ക് എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹൈപ്പില്ലാതെ വന്ന സാധനമാണ്. ട്രെയിലർ കയറിയാണ് ക്ലിക്കായത് സാധനം, ക്വാളിറ്റിയിൽ നിലവാരത്തിൽ. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പോയി. എനിക്ക് ഹാപ്പി ആയിട്ടാണ്. വലിയ പ്രതീക്ഷ കൊണ്ട് പോണവർക്കെല്ലാം നിരാശയായിരിക്കും സംഭവിക്കുന്നത്. ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ല. ഇത് നോർമലായിട്ട് വന്ന സാധനം. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എന്തോ ഈ കളർ ടോണാണ് എല്ലാവരും എടുത്ത് പറഞ്ഞത്. എനിക്ക് എടുത്ത് പറയാനുള്ളത് അത് തന്നെയാണ്.
അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സിനിമ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ടിപ്പിക്കലായിട്ട് ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ട്, പിന്നെ ഒരു ഫാൻ ബോയ് എന്നുള്ളൊരു പാറ്റേൺ വരുന്നുണ്ട്. ഒരു ഫാൻ ബോയ്ക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് വരുന്നുണ്ടോ? ഫാൻ ബോയ്ക്ക് അത്ര സാറ്റിസ്ഫൈഡ് വരാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു നോർമൽ ടൊവിനോ പടമാണ്. ആ ഫാൻ ബോയ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് ടൊവിനോൻ്റെ കുറച്ച് മാസ് ഹെവി സാധനങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊന്നും ആയിട്ടില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ പോവുക, സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റും. അത് ഗ്യാരണ്ടീഡാണ് ഈ പടം. ഹിറ്റ് എന്ന് പറയാനുള്ള രീതിക്ക് പറയാൻ കാരണം പിന്നെ ബാക്കിയുള്ള പടങ്ങൾ എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇറങ്ങിയ പടങ്ങളുണ്ടല്ലോ, അതിനെക്കാട്ടി മേലെ നിൽക്കുമെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ഹിറ്റ് മൂവി എന്ന് പറയാം. ടൊവിനോൻ്റെ കരിയറിൽ ഫ്ലോപ്പ് ആവാൻ സാധ്യതയില്ല. നല്ല മൂവി തന്നെയാണ്, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. ഒരു സ്ലോ പീസ് സാധനമാണ്, പക്ഷേ ഇഷ്ടമായി, എൻഗേജിങ് ആണ്. ഇല്ല 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 ലാഗായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു എൻഗേജിങ് ഇതിൽ തന്നെ അങ്ങ് പോകാൻ പറ്റിയിരുന്നു. ചേട്ടാ, കൽക്കി ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കൽക്കി ഒരു ഹീറോയിക് ടൈപ്പ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. കാരണം ഒരു വിൻറ്റേജ് പോലീസ് ഓഫീസറുടെ രീതിയിലുള്ള മാനേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളി മുന്നോട്ട് പോകുന്നതാണ്. സോ കൽക്കിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പുള്ളി അതിന് വേണ്ടിയിട്ട് ഫിസിക്കാണെങ്കിലും അതിൻ്റെ മാനേഴ്സും ഒക്കെ ആണെങ്കിലും വളരെ എൻ്റെ വ്യത്യസ്തമാണ്. ഒരു റിയലിസ്റ്റിക് ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് പോലെയാണ് മുന്നോട്ടുള്ള പോക്ക്. സോ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ സൂപ്പർ പുള്ളിയിൽ നിന്ന് കുറച്ചുകൂടി നല്ല സിനിമകൾ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, സീരിയസ്ലി. കാരണം ഇത് വളരെ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഡെബ്യൂട്ട് അറ്റംപ്റ്റ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല, സീരിയസ്ലി. അതിപ്പോൾ ഏതൊരു വർക്ക് എടുക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഒരേ പാറ്റേൺ ഒരേ രീതിയും തന്നെയാണ്. അതിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, സീരിയസ്ലി. ഇല്ല വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഫീല് തോന്നിയില്ല. പക്ഷേ എൻഗേജിങ് ആണ്. സുലസ് ഒരു എക്സ്ട്രാ ഓർഡിനറി ടൈപ്പായിട്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല. എന്നിരുന്നാലും ജസ്റ്റ് ആൾക്കാർ കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഒരുപാട് ത്രില്ലേഴ്സ് ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ത്രില്ലർ കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തോന്നില്ല. പക്ഷേ മറ്റ് ത്രില്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. ഒരു ചെറിയ ഹിന്റ് ഇട്ടിട്ടുണ്ട്, അത് മേ ബി വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അതെ, അതിപ്പോൾ പുള്ളിയുടെ ഫോറൻസിക് ആണെങ്കിൽ ഇപ്പോൾ അടുത്ത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കാം. മേക്കിംഗ് ബ്രില്യൻ്റ് ആണ് ബ്രോ. അതായത് ഇത് 1988 കാലഘട്ടത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആ കാലഘട്ടത്തിലെ എല്ലാം ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആർട്ട് വർക്ക് നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ആ ഒരു ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും ഇൻഫാക്റ്റ് അതിൽ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് പഴയ ബുക്സ്, ആ ബുക്സിൻ്റെ കവറിങ് ഉൾപ്പെടെയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചായക്കടയിലുള്ള ഒരു പോസ്റ്റർ ആണെങ്കിലും അതെല്ലാം ആ ഒരു വിൻറ്റേജ് സെറ്റപ്പിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സംവിധായകനാണെങ്കിലും ആർട്ടാണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ മേക്കിംഗ് വൈസ് സത്യം പറയാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അഫ്കോഴ്സ് അത് വളരെ മുമ്പേ തന്നെ പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ അവിടെ ഒരു ഇത് വേണ്ട. കാരണം പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസ് ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണമൊക്കെ വരുമ്പോൾ പുള്ളി വേറൊരു ലെവലാണ്. എനിക്ക് അതിലൊരു സംശയമില്ല. കാരണം ഓൾറെഡി പുള്ളി തൻ്റെ കാലിബർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട്. സോ ഇനി അടുത്തും ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പോയാൽ നന്നായിരിക്കും. ഇപ്പോൾ ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയൊരു പടം പുള്ളി വക്കീലുടെ പേര് ഓർമ്മയില്ല, അത് മാത്രമേ കുറച്ചൊന്ന് ഡൗൺ ആയതെന്ന് എനിക്ക് തോന്നുന്നു. അത് പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയിലെ നായകനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം പുള്ളി എല്ലാം ഒരേ ടൈപ്പിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അദൃശ്യജാലങ്ങളാണെങ്കിൽ അവിടെ ആക്ടിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയത്ത് അജയൻ്റെ രണ്ടാം മോഷണമാണെങ്കിൽ അവിടെ കുറച്ചുകൂടി പാൻ ഇന്ത്യൻ ലെവലിലാക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത് നടികർ എന്ന് പറയുന്നത്. കാരണം പുള്ളിക്ക് അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ എന്ന് പറയുന്നത് എനിക്ക് വല്ലാണ്ട് ഇതാണ്. ബാക്കിയുള്ള താരങ്ങളെ അപേക്ഷിച്ച് പുള്ളി അഭിനയത്തിന് ഒരുപാട് പാഷനേറ്റീവാണ്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ സ്ക്രിപ്റ്റ് എടുക്കണമെന്നല്ല, പക്ഷേ അതിലെ അഭിനയ സാധ്യത മുൻനിർത്തി പുള്ളി എടുക്കുന്നുണ്ട്. അതാണ് പുള്ളിയിലെ യുവനായകനെ കുറച്ചുകൂടി മാറ്റി നിർത്തുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അറിയത്തില്ല, ബാക്കി ഓഡിയൻസ് റെസ്പോൺസ് അനുസരിച്ചിരിക്കും. ഏതൊരു ഓഡിയൻസിനും കണക്റ്റ് ആവുന്ന തരത്തിലുള്ളൊരു മൂവി കൂടിയാണ്.